എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഞാനാണ് ബി ക്രിയേറ്റർ. വെൽക്കം ടു രാഷ്ട്രം സെർവർ ഗൈസ്. ഈ രാഷ്ട്ര സെർവർ കുറച്ച് നാൾ എൻ്റെ പണിയിലായിരുന്നു. സെറ്റാക്കി ഫുള്ള് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇന്നത്തെ പരിപാടി നമ്മുടെ ബേസ് പണിയിലാണ്. ബാക്കി എല്ലാവരും അവരുടെയൊക്കെ ബേസ് പണിത് തുടങ്ങിയിട്ട് 2 ദിവസമായതേ ഉള്ളൂ. ഇതിൻ്റെ വർക്കിലായിരുന്നു കുറച്ച് ദിവസം. അതിൻ്റെ ഇടയ്ക്കൊക്കെ വേറെ സെർവറൊക്കെ തുടങ്ങി. അത് എൻ്റെ അല്ലായിരുന്നു, വേറെ ആൾക്കാരുടെ ആയിരുന്നു. ഇപ്പം ഞാൻ തുടങ്ങിയതാണ്, സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ യെസ്, നിങ്ങൾക്ക് കളിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൻ്റെ ലിങ്ക് തരാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, വലിയ സ്റ്റെപ്പിലേഴ്സ് വിളി. യെസ്, ഈ കയറിയാൽ മതി, പറയണം, എന്നാൽ തരാം. എൻ്റെ ഡിസ്കൗണ്ട് ലിങ്ക് കൊടുത്തേക്കാം. സെറ്റാക്കണം. അപ്പം നമുക്ക് നമ്മുടെ ബേസിലേക്ക് പോവാം. നമുക്കെന്നാൽ നമ്മുടെ ബേസിലോട്ട് കുറച്ചാണ്. ഇവിടെ കുറച്ച് പേര് വന്ന് നമ്മുടെ ഗ്രിഫി ഗെയിമറൊക്കെ ഇതിലുണ്ട്. ബട്ട് അവരുടെ ബേസൊക്കെ അവർ പണി തുടങ്ങി. അവരുടെ എവിടെ ഒന്നും അറിയത്തില്ല. എനിക്ക് ഒരാളുടെ അറിയുന്ന നിജാസ് എന്ന് പറയുന്നത്, അവൻ്റെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മളിപ്പോൾ ബേസിലെത്തി. ഇത് വേറെ ആരുടെയും ബേസല്ല, ഇത് എൻ്റെ ബേസാണ്. ഇവിടെ കുറേ പരിപാടി ആകുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ ഇത് മൊത്തം ഇത്ര ഇടം ഒന്ന് പ്ലെയിൻസ് ആക്കണം. അത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. നമുക്കാണെങ്കിൽ നിഞ്ചാസിൻ്റെ ബേസ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അവരുടെ ബേസ് ഇങ്ങോട്ടാണ്, നെത്രി കയറിയാൽ മതി. സ്പോണില്ലാതെ സ്പോണിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് പറഞ്ഞു അവരൊന്നും ഇത് ചെയ്തിട്ടില്ല. അവരുടെ നെത്രഹപ്പൊന്നും സെറ്റാക്കിയിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞ ഇതേതാ പോങ്ങ, ഈ പട്ടി ഏതാ ഇപ്പം ചത്തേന്. വാടാ നീ വാടാ. ജാവ കളിച്ച് പരിചയമില്ല, അതിൻ്റെ ഈ പ്രശ്നം. നമ്മുടെ കൂടെ ഇതിലാണെങ്കിൽ കുറച്ച് പ്ലെയേഴ്സും കൂടെ. ഒന്നാണെങ്കിൽ ഗ്രിഫി ബ്രോയും, പിന്നെ രണ്ടാമത്തെ പ്ലെയറാണ് നമ്മുടെ മിസ്റ്റർ ഫേക്ക് എന്ന് പറയുന്ന ബ്രോയും. അവർ രണ്ടുപേരുമാണ് നമ്മുടെ കൂടെ ഉള്ള സെർവറിൽ. അവരെ അടുത്ത എപ്പിസോഡ് തൊട്ട് ഞാൻ കാണിച്ചത്. അവരിന്ന് കയറിയിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് എന്തായാലും നേരെ നിജാസിൻ്റെ ബേസിലോട്ട് പോകാം. അവരുടെ ബേസ് എനിക്കറിയത്തുള്ളൂ. ബാക്കിയുള്ളവരുടെ ബേസ് പറഞ്ഞു തുടങ്ങിയതൊന്നും അവരുടെ ബേസ് ഇടാന്നൊരു പിന്നില്ല. ഞാൻ മാത്രമേ ശരിക്കും നെത്ര പണിതിട്ടുള്ളൂ. ഓക്കെ, നമ്മുടെ സ്പോട്ടിലെത്തി. നമുക്ക് ആ സൈഡിലോട്ടാണ്. അതുകൊണ്ട് ആ കാണുന്ന ഈ സൈഡിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. പറന്ന് പോകാം. പറ്റാത്ത അടിപൊളി റോക്കറ്റിട്. ഈ ജാവയുടെ വിഷയം എനിക്കറിയത്തില്ല, ഫ്ലൈ അറിയത്തില്ല. അതിൻ്റെ ചെറിയൊരു പ്രശ്നം. അതിൻ്റെ കൂടെ ചങ്കിലോടാൻ ഇച്ചിരി താമസമുണ്ട്, അതേ ഉള്ളൂ. ഓക്കെ, നമുക്കപ്പം നേരെ പോയാൽ അവൻ്റെ ബേസാണ്. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം, മറക്കല്ല്. അപ്പം ഇതിനകത്ത് അടുത്ത എപ്പിസോഡിൽ ഞാനൊരു ഷോപ്പ് സെറ്റാക്കും ബേസ്. എനിക്ക് ഷോപ്പ് സെറ്റാക്കണം. അടുത്ത എപ്പിസോഡിലാവട്ടെ നമുക്ക് ഷോപ്പ് സെറ്റ്. നമ്മളിപ്പോൾ ചാവത്തില്ല. ആ തേങ്ങകൾ കാണണം. ഈ ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങൾ കണ്ടില്ലല്ലോ. ഫസ്റ്റ് എപ്പിസോഡിലായിരുന്നു ഞങ്ങൾ നെത്രൈറ്റായത് ഫുള്ള്. ഫസ്റ്റ് എപ്പിസോഡായിട്ടല്ല ഇട്ടിട്ടില്ല, പക്ഷേ ഫസ്റ്റ് എപ്പിസോഡായിട്ടുണ്ടായിരുന്നു. അത് സ്പീഡ് റണ്ണായിരുന്നു. ഞങ്ങൾ ഡ്രാഗനെ കൊന്നു. ആടയിലെ ഡ്രാഗനൊക്കെ ഒന്നും അറിയത്തില്ല. ഡ്രാഗനൊക്കെ ഇരിക്കുന്നതിൻ്റെ കൈ കാണും. ഗ്രിഫി നശിപ്പിക്കുമായിരുന്നു ലാസ്റ്റ് ഡ്രാഗനെ കൊന്നത്. അവർ രണ്ടുപേരും കൂടെ. പിന്നെ അവരുടെ ഒരു ഫൈറ്റിംഗ് സീനും ഉണ്ട്. അത് പറ്റുമെങ്കിൽ ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് ഇടുന്നതാണ്. പറ്റത്തില്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ ഞാൻ കാണിക്കുന്നതാണ്. ഇതാണ് നിഞ്ചാസിൻ്റെ ബേസ്. ഇതിനകത്തിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. വേറെ ആരെങ്കിലും കയറുമ്പോൾ ഞാൻ പറയാം. ഇതാണ് നിഞ്ചാസിൻ്റെ ബേസ്. സെറ്റ് ബേസില്ലേ, അവൻ ഭയങ്കര വലുതായിട്ട് ഉണ്ടാക്കുന്നത്. നമുക്ക് നമ്മുടെ ബേസിൻ്റെ പണി പകുതി പോലും ആയില്ല. നമ്മളവിടെ പ്ലെയിനാക്കി തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ ബാക്കി നെതർ ഹബിൻ്റെ ഒക്കെ പണി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നതുകൊണ്ട് എനിക്ക് ഈ പണിയെ നോക്കാൻ സമയം കിട്ടിയില്ല.
നമ്മൾ ഇനി നമ്മൾ ബേസ് ആണെങ്കിൽ കുറച്ച് പേര് നമ്മൾ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇത് നമുക്ക് അങ്ങോട്ട് പോകണം. വഴി മാറിപ്പോയി. നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്ക് നമ്മുടെ ബേസിലോട്ട് പോവാം. അവൻ ഈ അടിച്ചവർ മൊത്തം ബ്ലോക്ക് വെച്ചു ഇതാക്കിയോ. ഞാൻ അതിപ്പരാണ്ട്. പക്ഷേ എനിക്ക് വേറെ കൊടുത്ത് അങ്ങോട്ടാണ് ബേസ്. എനിക്ക് പെട്ടെന്ന് വല്ല പെട്ടെന്ന് പോവാം. എനിക്ക് ഈ ചങ്ക് ലോഡാകത്തന്നെ കാരണം നമ്മൾ ചാവാൻ സാധ്യത കൂടുതലാണ്. ചങ്ക് ലോഡാകത്തുണ്ട്. ഞാൻ കൂടുതലായിട്ട് ചാവും, ഉറപ്പ്. പറഞ്ഞതേ ഉള്ളൂ. ചെന്നി ഇടിച്ചു കുത്തി. എന്തായാലും ബേസിലെത്തി. ബേസിലല്ല, സ്പോണിലെത്തി. ഞാൻ ഷോപ്പൊന്നും കാണിച്ചില്ലല്ലോ. നമ്മുടെ ഷോപ്പൊക്കെ വരാൻ പോകുന്നത് കൊണ്ട് അങ്ങ് അപ്പുറത്തെ ശരി ഷോപ്പൊക്കെ വരുന്ന കാണിച്ചുതരാം. അതുകൊണ്ട് ഇവിടെയായിട്ടാണ് ഷോപ്പെല്ലാം വരാൻ പോകുന്നത്. ഷോപ്പ് ഏരിയാസാണ് ഇതെല്ലാം. ഇതുകൊണ്ട് ഇത് ഫ്രീ ഫുഡ് ഏരിയ. ഫ്രീ ഫുഡാണ് എല്ലാവർക്കും. എല്ലാ തരം ഫുഡ് കൊടുക്കും. എല്ലാ തരവും ഇല്ല, നമുക്ക് ഫുഡ് തരുവാണെങ്കിൽ അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്തത്. അതൊന്നും അല്ലാതൊന്നുമല്ല. നമ്മളിനി ഇവിടെ കുറേ ഷോപ്പ് വരും. ഞാനൊരു ഷോപ്പും കൂടെ ബിൽഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഏത് ബിൽഡ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് നോക്കാം. അടുത്ത എപ്പിസോഡിൽ ഞാനൊരു ഷോപ്പ് ബിൽഡ് ചെയ്യും. ഇവിടെ ഇച്ചിരി കൂടെ ഏരിയ നമുക്ക് അങ്ങോട്ട് വേണം ഇത് സെറ്റ് ചെയ്യാൻ. ബാക്കിയുള്ള ഷോപ്പ് കടലിലോട്ട് അങ്ങോട്ടെ, അതല്ലേ നല്ലത്. അപ്പോൾ നമുക്ക് ബേസിൻ്റെ പണിയിലോട്ട് പോകാം ഗൈസ്. ചെറിയ വീഡിയോ ആണ്, അത് അത്യാവശ്യം ഒന്ന് കണ്ടിട്ട് ഗൈസ്. എനിക്ക് ടൈം ലാപ്സ് ഇല്ലാത്തതുകൊണ്ട് പോയി കണ്ടിട്ട് പോകാം. ഓക്കെ, ഞാൻ ഇതാ വീഡിയോ ഇടും. ബൈ. വീഡിയോ ഇട്ടു. അയ്യോ, കുറേ നേരത്തെ പണിക്ക് ശേഷം സാധു ഗൈസ്. അയ്യോ,
എത്ര നേരത്തെ പണിയായിരുന്നു എൻ്റെ പൊന്നടാവേ. ഈ കുറേ ഉണ്ടായിരുന്നു, അത്രയും ക്ലീനാക്കി സെറ്റാക്കി എടുത്തു. അതൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇത്രയും ക്ലീനാക്കി ഈ സാമാനത്തിന് ഇഷ്ടമല്ലാത്ത എന്തുവേ ഇത്രയും ഏരിയ സെറ്റാക്കി അടിപൊളിയായില്ലേ, അടിപൊളിയായി. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. സബ്ബടിക്കാത്തൊരു സബ്ബടി. ബൈ, ഞാൻ പോവാണ്. ബൈ. അടുത്ത എപ്പിസോഡ് അധികം വയ്യാതെ വരുന്നോണം നമ്മൾ ഷോപ്പ് സെറ്റ് ചെയ്യും. നമ്മുടെ ബേസ് നമ്മൾ കുറച്ചാൾ കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷെ നീണ്ട ഒരു പരിപാടിയായിരുന്നു ഇത്രയും പ്ലെയിൻസ് ആക്കുന്നത് ഒക്കെ. എന്നാലും നമ്മൾ റെഡിയാക്കി. അപ്പം അടുത്ത എപ്പിസോഡ് കാണാൻ മറക്കില്ല. അടുത്ത എപ്പിസോഡിൽ ബാക്കിയുള്ള പ്ലേസ് കാണിക്കും. ബൈ, സീ യു.